തേർഡ് ജനറേഷൻ മോഡൽ ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ JCW കണ്ട സെയിം ഇന്റീരിയർ തന്നെയാണ് വന്നത്. പക്ഷേ മെറ്റീരിയൽസും കാര്യങ്ങളാണ് ആക്ച്വലി ഈ എൻട്രി ലെവൽ വേരിയന്റിന് വ്യത്യാസം വന്നിട്ടുള്ളത്. സെൻട്രൽ കൺസോൾ നോക്കി കഴിഞ്ഞാൽ 9.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റമാണ്. നല്ല രസമായിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റമാണ്. നമുക്കറിയാം മിനിയുടെ സിസ്റ്റംസ് എത്രമാത്രം കോക്കി ആയിട്ടുള്ള സിസ്റ്റം എന്നുള്ള രസമായിട്ടുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ താഴ്ത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് മോഡ് സെലക്ട് ചെയ്യണം, എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് കൊടുത്താണ്. നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നോക്കിയാലും നമ്മൾ JCW വേരിയന്റ് കണ്ടതിനൊക്കെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് മിനി നൽകിയിട്ടുള്ളത്. അതിനകത്ത് കൺട്രോൾസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വളരെ രസമായിട്ട് ഇങ്ങനെ നമുക്ക് ചങ്കി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫാബ്രിക് ടൈപ്പുള്ള മെറ്റീരിയൽ ഡിസൈൻ വന്നിട്ടുണ്ട്. നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള വെൻസും കാര്യങ്ങളും വന്നത്. സീറ്റ്സ് ഒക്കെ കഴിഞ്ഞാലും ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഒക്കെ വന്നാൽ അത്യാവശ്യം നല്ല ചങ്കി ആയിട്ടുള്ള ഒരു സീറ്റ്സും കാര്യങ്ങളാണ്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളാണ്. ആക്ച്വലി വെൽ റൗണ്ടഡ് ക്യാബിനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലെവൽ 2 ADAS, 360 ക്യാമറ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ്. അതുപോലെ വലിയൊരു പാനോറാമിക് സൺറൂഫ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹാമൻ കാർട്ടൺ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കാരണം പഴയ ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പേസും കാര്യങ്ങളും ഈ പുതിയ വാഹനത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്.